Good morning dear students and warm welcome to our 28th online class. ഇന്ന് നമ്മൾ തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻഡയറക്റ്റ് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് നമ്മളുടെ സിലബസിലുള്ള രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത്. അതാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST എന്നെല്ലാവരും കേട്ടിട്ടില്ലേ? ആ ടോപ്പിക്കാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി 3, 4, 5 മോഡ്യൂളിലുള്ളത് GST റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ഉണ്ടെന്നും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടെന്നും, അതിൽ ഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആണ് നമ്മൾ 5th സെമ്മിലും അതുപോലെ തന്നെ 2 മോഡ്യൂളിലും നമ്മൾ ഇപ്പോൾ 6th സെമ്മിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 7 ആണ് GST എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്? ഗവൺമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഇൻകമാണ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ടാക്സിൽ നിന്ന് ലഭിക്കുന്ന ഈ റവന്യൂ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടാക്സ് എമൗണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് എമൗണ്ട് മാക്സിമം കൂടുതൽ കിട്ടിയാൽ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പുരോഗതിക്ക് വേണ്ടി കൂടുതൽ ഫണ്ട് ഇറക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്നും ഗവൺമെൻറ് കൂടുതൽ ടാക്സ് ഇനത്തിൽ ഈടാക്കിയാൽ മാത്രമേ ഗവൺമെൻറ്റിന് ഫണ്ട് കളക്ട് ചെയ്യാനും അത് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ 5th സെമ്മിൽ സ്റ്റാർട്ടിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പോവാം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ ഓഫ് ടാക്സ് എന്ന് പറയുന്നതാണ് ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ 5th സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് റിവിഷൻ ക്ലാസ് മാത്രമാണ് ഈ ടാക്സിനെ കുറിച്ചിട്ടുള്ള, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ്സാണ് ഇന്നത്തെ ടോപ്പിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ടാക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പെക്യൂനിയറി ഓർ ദ മോണിറ്ററി ബർഡൻ upon individuals and property owners in order to support the government. ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനും കിട്ടുന്ന മോണിറ്ററി ആയിട്ടുള്ള ഇൻകത്തുമേ അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഓണേഴ്സുമേ ചാർജ് ചെയ്യുന്ന ഒരു ലെവി ചെയ്യുന്ന ഒരു ബർഡൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് പെക്യൂനിയറി ബർഡൻ എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വൽസിനെ ആവാം അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓണേഴ്സിനെ ആയിരിക്കും. അവരിൽ നിന്ന് ഒരു ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ടിനെയാണ് എന്തായിട്ട് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത്. It is a compulsory financial charge or some other type of levy imposed upon an individual or other legal entities by a governmental organization in order to fund various public expenditure. ഒരു രാജ്യത്തിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പൽസറി ആയിട്ടുള്ള ഫിനാൻഷ്യൽ ചാർജ്, അതല്ലെങ്കിൽ ടാക്സ് ഇനത്തിൽ ഇമ്പോസ് ചെയ്യുന്നൊരു ചാർജ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ചിലപ്പോൾ ഇൻഡിവിജ്വൽസിനെ ആയിരിക്കാം അല്ലെങ്കിൽ എൻറ്റിറ്റീസിനെ ആയിരിക്കാം. അങ്ങനെ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ചെയ്യുന്ന ഒരു ബർഡനെയാണ് അല്ലെങ്കിൽ ഒരു എമൗണ്ടിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ടാക്സ് ആയിട്ട് പറയുന്നത്. അത് ഫിനാൻഷ്യൽ ചാർജാണ്. അതുപോലെ തന്നെ എങ്ങനെയുള്ളതാണ്? കമ്പൽസറി ഫിനാൻഷ്യൽ ചാർജായിട്ട് നമുക്ക് എന്തിനെ പറയാം? ടാക്സിനെ പറയാം. ഇനി അക്കോർഡിംഗ് ടു സെക്ഷൻ 265 ഈ ടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 265 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ടാക്സ് ഓഫ് എനി നേച്ചർ ക്യാൻ ബി ലെവിഡ് ഓർ കളക്റ്റഡ് ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺലി ബൈ അതോറിറ്റി ഓഫ് ലോ. ആർക്കും വേണമെങ്കിൽ ഈ ടാക്സ് കളക്ട് ചെയ്യാനോ
അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ സാധിക്കില്ല. അത് ആർക്കും മാത്രമേ സാധിക്കുള്ളൂ? സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമേ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 265 പ്രകാരം അത് ടാക്സ് എന്ന് പറയുന്നത് ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ കളക്ട് ചെയ്യാനും സാധിക്കുള്ളൂ. The authority to enact law and levy of taxes and duties has been given by the Articles 246 of the Constitution. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു സ്പെഷ്യൽ ആർട്ടിക്കിൾ 246 പ്രകാരം ദ അതോറിറ്റി ടു എനാക്ട് ദ ലോ, ഈ ഇൻകം ടാക്സ് ലോ, ടാക്സ് ചാർജ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ആർക്കാണ് ഓതറൈസ്ഡ് പേഴ്സൺ, ആരൊക്കെയാണ് അതോറിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ ടാക്സ് എന്ന് പറയുന്നത് ലെവി ചെയ്യാനായിട്ട് സാധിക്കുക, ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ എല്ലാ പ്രൊവിഷൻസും ഏതിലാണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ 246 ഇത് പറയുന്നത്. According to the Article 246, the law can be enacted by Parliament or the state legislature if such power is given by the Constitution of India. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 246 പ്രകാരം അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി, ഈ ടാക്സ് എന്ന് പറയുന്നത് ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനും ഒരു ഓതറൈസ്ഡ് പേഴ്സണെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെയാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ ഓർ ദ ആർട്ടിക്കിൾ 246 പ്രകാരം ഓതറൈസ് ചെയ്തിട്ടത്? പാർലമെൻറ്റിനെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെയോ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടാക്സ് എന്ന് പറയുന്നത് ലെവി ചെയ്യാനും അതുപോലെ തന്നെ അത് കളക്ട് ചെയ്യാനുള്ള ഒരു അതോറിറ്റി കൊടുത്തിട്ടുള്ളത്. 7th schedule to Article 246 contains 3 lists which enumerate the matters under which the union and the state government have the authority to make laws. 7th schedule ആർട്ടിക്കിൾ 246 ഉള്ള ഒരു 7th ഷെഡ്യൂൾ പ്രകാരം 3 ലിസ്റ്റാണ് തന്നിട്ടുള്ളത്. 3 ലിസ്റ്റ് എന്തിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ്? എനുമറേറ്റ് ദ മാറ്റേഴ്സ് അണ്ടർ വിച്ച് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ദ അതോറിറ്റി. യൂണിയൻ അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ആരെയാണോ ഈ ആർട്ടിക്കിൾ 246 പ്രകാരം ഓതറൈസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ 3 ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് താഴെ പറയുന്നത്. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റാണ്. എന്താണ് ഈ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് ദ മാറ്റേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ പാർലമെൻറ്റ്, ദറ്റ് ഈസ് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു മേക്ക് ലോസ്. നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു അതോറിറ്റി ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെൻറ്, അതായത് പാർലമെൻറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ മാറ്റേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ദറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ദ എക്സ്ക്ലൂസീവ് പവർ ടു മേക്ക് ലോസ്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ലിസ്റ്റ് 2 പ്രകാരം കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ മാറ്റേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ബോത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് പവർ ടു മേക്ക് ലോസ്. സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒന്നിച്ചു ചേർന്നുകൊണ്ട് ചില ലോസ് ഉണ്ടാക്കാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. അതാണ് തേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ പവേഴ്സ് ആൻഡ് അതോറിറ്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആർട്ടിക്കിൾ 246 പ്രകാരം 7th ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് പറയുന്നുണ്ട്. ആദ്യത്തെ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റാണ്, രണ്ടാമത്തെ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റാണ്, തേർഡ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റാണ്. അക്കോർഡിംഗ് ടു യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നതിൽ സെൻട്രൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർലമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്, ലീഗലായിട്ടുള്ള മാറ്റേഴ്സ് എന്നുള്ള പവറാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ് എക്സ്ക്ലൂസീവ് പവർ, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗലായിട്ടുള്ള മാറ്റേഴ്സ് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ കൊടുത്തിട്ടുള്ളത്. തേർഡ് വൺ കൺകറൻറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു പവർ ഓഫ് അതോറിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. Further, the Parliament has the power to make laws with respect to any matter for any part of the territory of India not included in the state, that is the Union territory, notwithstanding that such a matter is included in the state list. പാർലമെൻറ്റിൽ നമുക്ക് പവർ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ തീരുമാനിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ എനി മാറ്റർ ഫോർ എനി പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ടെറിട്ടറിയിൽ
പക്ഷേ ഏത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? യൂണിയൻ ടെറിട്ടറി ഒഴിച്ച് ബാക്കി എല്ലാ ടെറിട്ടറിയിലും വരുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ അതിന് ലീഗലായിട്ടുള്ള മാറ്റേഴ്സിനുള്ള പവർ ആർക്ക് കൊടുത്തിട്ടുണ്ട്? പാർലമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് that such a matter is included in the state list. അത് എന്തിൽ പെടുന്നില്ല? സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നില്ല. In other words, Parliament shall have the exclusive power to make laws even if that matter is included in the state list. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഏരിയയിൽ എക്സ്ക്ലൂസീവ് പവർ ആർക്കാണുള്ളത്? പാർലമെൻറ്റിനാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ടാക്സ് എന്ന് പറയുന്നതും ആരാണ് ടാക്സ് കളക്ട് ചെയ്യേണ്ട അതോറിറ്റി പവർ എന്ന് പറയുന്നതും എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സ് ആണ്. 2 ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഈ ഡയറക്റ്റ് ടാക്സിനെയും ഇൻഡയറക്റ്റ് ടാക്സിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റും അൾട്ടിമേറ്റ് ഇഫക്റ്റുമാണ്. ഈ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ടാക്സും അൾട്ടിമേറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ്. ഈ 2 ഫാക്ടറാണ് നമ്മുടെ ഡയറക്റ്റ് ടാക്സിനെയും ഇൻഡയറക്റ്റ് ടാക്സിനെയും വേർതിരിച്ചെടുക്കുന്നത്. ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞ് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറർ കൊടുക്കുന്ന ടാക്സിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയാം. അതേസമയം ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഒരാളുടെ ടാക്സ് അടയ്ക്കേണ്ട ബർഡൻ എന്ന് പറയുന്നത് വേറൊരാൾക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയാം. അതായത് ഒരു പർച്ചേസറായിരിക്കും ഒരു ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് അടയ്ക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടാക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്താണ് ഇമ്പാക്റ്റ് ഓഫ് ടാക്സ്, അതുപോലെ തന്നെ ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഇൻ അതർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഇഫക്റ്റും അൾട്ടിമേറ്റ് ഇഫക്റ്റും തമ്മിലുള്ള വേർതിരിവ് എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. Every tax which is levied by any government has the following 2 effects, that is immediate effect and the ultimate effect. When a tax is levied by government, the immediate effect of the tax is on the person on whom the tax has been imposed and he or she shall be liable to pay such tax to the government. ആരെയാണോ ആ ഗവൺമെൻറ് ടാക്സ് ലെവി ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബർഡൻ ഓഫ് ടാക്സ് കൊടുക്കാനുള്ള ഒരു പേഴ്സണും ആരായിരിക്കും? സെയിം പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ആർക്കാണോ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈബിൾ വരുന്നതും ഒരേ പേഴ്സൺ ആണെങ്കിൽ ആ ഇഫക്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ ഇമ്പോസ് ചെയ്യുന്നത് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന പേഴ്സൺ തന്നെയായിരിക്കും ആ ടാക്സ് അടയ്ക്കാനുള്ള ലൈബിലിറ്റി വരുന്ന സെയിം പേഴ്സൺ. ദി ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇമ്പാക്റ്റ് ഓഫ് ടാക്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നതിനെ തന്നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദി ഇമ്പാക്റ്റ് ഓഫ് ഇൻകം ടാക്സ് ഈസ് ഓൺ ദ പേഴ്സൺ ഹു ഹാവ് ഏൺഡ് ഇൻകം. ആർക്കാണോ ഇൻകം കിട്ടുന്നത് ആ പേഴ്സൺ തന്നെയായിരിക്കും ടാക്സിൻ്റെ ലൈബിലിറ്റി, അതടയ്ക്കാനുള്ള ലൈബിലിറ്റി വരുന്നതും അദ്ദേഹത്തിന് തന്നെയായിരിക്കും. ദി ഇമ്പാക്റ്റ് ഓഫ് എക്സൈസ് ഡ്യൂട്ടി ഈസ് ഓൺ ദ മാനുഫാക്ചറർ. ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ആരിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത്? മാനുഫാക്ചറിൽ നിന്നാണ് കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അത് അടയ്ക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? മാനുഫാക്ചറർക്കാണ്. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആരെയാണോ ഗവൺമെൻറ്, ആരിൽ നിന്നാണോ ഗവൺമെൻറ് ആ ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതാരായിരിക്കും? അവർക്കായിരിക്കും ആ ഇൻകം കിട്ടിയിട്ടുണ്ടാവുക. അദ്ദേഹം തന്നെയാണ് അത് ടാക്സ് അടയ്ക്കാനുള്ള ലൈബിലിറ്റിയും എന്നുണ്ടെങ്കിൽ ആ 2 പേരും ഒന്നായി വരുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുക? ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. Next issue involved in the imposition of tax is whether the burden of such tax can be shifted to another person. നേരത്തെ പറഞ്ഞത് ആർക്കാണോ ആ ഇൻകം കിട്ടുന്നത്, ആരിലാണോ ടാക്സ് ഇമ്പോസ് ചെയ്തത് അയാൾ തന്നെയാണ് ലൈബിൾ ആയിരിക്കുക. പക്ഷേ അൾട്ടിമേറ്റ് ഇഫക്റ്റിൽ ഈ ലൈബിലിറ്റി ടു പേ ദ ടാക്സ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അൾട്ടിമേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബർഡൻ ടു പേ ദ ടാക്സ് ഈസ് ടു ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും.
In other words, who will be affected by the imposition of such tax? Ultimate effect is also known as the incidence of tax. എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അൾട്ടിമേറ്റ് ഇഫക്റ്റിനെ തന്നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ഇൻകം ടാക്സ് ദി ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് കനോട്ട് ബി ഷിഫ്റ്റഡ് ടു എനിബഡി എൽസ്. അതായത് ഇപ്പം നമ്മൾ ഇൻകം ടാക്സിൽ പഠിച്ച 5 സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആൻഡ് അതർ ഇൻകം. അത് ഒരാളുടെ ഇൻകം വേറൊരാൾക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻകം ടാക്സിലാണ് എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ എക്സൈസ് ഡ്യൂട്ടിയിലാണ് എന്നുണ്ടെങ്കിൽ ദ ബർഡൻ ഓഫ് ടാക്സ് ക്യാൻ ബി ഷിഫ്റ്റഡ് ടു ദ പർച്ചേസേഴ്സ് ഓഫ് ദ മാനുഫാക്ചർഡ് ഗുഡ്സ്. മാനുഫാക്ചർഡ് ഗുഡ്സിൻ്റെ ബർഡൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈബിലിറ്റി എന്ന് പറയുന്നത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും? പർച്ചേസർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഏത് കേസിൽ? എക്സൈസ് ഡ്യൂട്ടിയുടെ കേസിൽ. Hence the incidence of tax is on the purchaser. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റിലാണെങ്കിൽ മാനുഫാക്ചറർക്കും, അതേസമയം അൾട്ടിമേറ്റ് ഇഫക്റ്റിലാണെങ്കിൽ അത് ആർക്കാണ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്? പർച്ചേസർക്കാണ്. ഇതാണ് ഇമ്മീഡിയറ്റ് ഇഫക്റ്റും അൾട്ടിമേറ്റ് ഇഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം. എക്സൈസ് ഡ്യൂട്ടിയുടെ കേസിൽ മാത്രം എടുത്താൽ മതി. ഇൻകം ടാക്സിൻ്റെ കേസിലാണെങ്കിൽ രണ്ടും ഒരാൾ തന്നെയായിരിക്കും. അതായത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നതും അൾട്ടിമേറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നതും ഒരാൾക്ക് തന്നെയായിരിക്കും. അതേസമയം എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആണെങ്കിൽ ആരാണ് അടയ്ക്കേണ്ടി വരിക? മാനുഫാക്ചറർ ആയിരിക്കും. അതേസമയം അൾട്ടിമേറ്റ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ മാനുഫാക്ചററുടെ ടാക്സ് എന്ന് പറയുന്നത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും? ആരാണോ ഈ മാനുഫാക്ചർഡ് ഗുഡ്സ് വാങ്ങുന്നത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. When the impact of tax and incidence of tax are on the same person, it is known as direct tax. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ടാക്സും അതുപോലെ തന്നെ ഇൻസിഡൻസ് ഓഫ് ടാക്സും ഒരാളിൽ നിന്ന് തന്നെയാണ് ചാർജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ടാക്സിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ലൈബിലിറ്റി എന്ന് പറയുന്നതും പേ ചെയ്യുന്നതും ഒരേ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടാക്സിനെ എന്ത് പറയാനായിട്ട് സാധിക്കും? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാൻ പറ്റും. അതേസമയം ഇഫ് ദ ഇമ്പാക്റ്റ് ഓഫ് tax is on one person and incidence of tax is on another, it is known as indirect tax. Imposition of tax എന്ന് പറയുന്നതും ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ടാക്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. Okay, the following are the important points of difference between direct tax and indirect tax. നമ്മൾ സെം 5-ൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് റിവിഷൻ ആയതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് in direct tax the person paying the tax to the government directly bears the incidence of tax. ആരാണോ ഗവൺമെൻറ്റിലേക്ക് പൈസ അടയ്ക്കുന്നത് അയാൾ തന്നെയാണ് അതിൻ്റെ ബർഡനും എടുക്കേണ്ടതായിട്ട് വരിക. ബട്ട് ഇൻ ഇൻഡയറക്റ്റ് ടാക്സ് ദ പേഴ്സൺ പേയിങ് ദ ടാക്സ് ടു ദ ഗവൺമെൻറ് കളക്ട്സ് ദ സെയിം ഫ്രം ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ. ആരാണോ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത് ആ പേഴ്സണ് വേറൊരാളിൽ നിന്ന് ആ അടച്ച ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ ടാക്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. Second difference, direct tax is progressive in nature in the sense that high rates of tax are charged to the people having higher ability to pay. Direct tax എന്ന് പറയുന്നത് പ്രോഗ്രസീവ് നേച്ചർ ആയിട്ടുള്ള ടാക്സ് ആണ്. അത് ഹൈ റേറ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഹൈ റേറ്റ് എന്തുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നത്? ആ പേഴ്സൺസിന് ആ SSCക്ക് ഹൈ റേറ്റ് കൊടുക്കാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അവരിൽ നിന്ന് വലിയൊരു ചാർജ് ഹൈ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സിൽ ചാർജ് ചെയ്യുന്നത്. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഒരു നേച്ചർ റിഗ്രസീവ് ഇൻ നേച്ചറാണ്. റിഗ്രസീവ് നേച്ചറുള്ള ഒരു ടാക്സിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾ ദ കൺസ്യൂമേഴ്സ് ആർ ഈക്വലി ബെയർ ദ ബർഡൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ എബിലിറ്റി ടു പേ. കൊടുക്കാനുള്ള കഴിവുണ്ടോ ആ എബിലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ് അല്ല, ഒരു ഈക്വൽ റേറ്റ് ആണ്. അവിടെ കൊടുക്കാനുള്ള കഴിവിന് പ്രാധാന്യമില്ലാത്തത് കൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? റിഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് എന്ത്
ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തെ കേസിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റും അൾട്ടിമേറ്റ് ഇഫക്റ്റും ഒരേ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അതേസമയം പേഴ്സൺ പേയിങ് ദ ടാക്സ് കൊടുക്കുന്ന ആളും അതേസമയം അതിൻ്റെ അൾട്ടിമേറ്റ് ഇഫക്റ്റ് വരുന്നത് വേറൊരു പേഴ്സൺ ആണെങ്കിൽ അതിനെ നമ്മൾക്ക് എന്തായിട്ട് പറയാം, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അതുപോലെ തന്നെ സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് നേച്ചറാണ്, അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് റിഗ്രസീവ് നേച്ചറാണ്. അതിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു ആൾക്ക് എത്ര എബിലിറ്റി ഉണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഹൈ റേറ്റ് ഓഫ് ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സിൽ ചാർജ് ചെയ്യുന്നത്. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ എബിലിറ്റി ടു പേ എന്ന് പറയുന്നത് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റേറ്റ് ആണ് ചാർജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? നെക്സ്റ്റ് ടോപ്പിക്ക് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്തൊക്കെയാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ്? അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കറക്റ്റായിട്ട് ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് പർച്ചേസർക്കായിരിക്കും ഇൻ ദ കേസ് ഓഫ് എക്സൈസ് ഡ്യൂട്ടി. അതായത് അദ്ദേഹത്തിൻ്റെ ആ ബർഡൻ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. റിഗ്രസീവ് നേച്ചറാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ടാക്സ് ഓൺ കമ്മോഡിറ്റീസ് ആൻഡ് ദ സർവീസസ്. GST എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ്. GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ആരൊക്കെയാണോ ഇത് കൈമാറ്റം ചെയ്ത് വാങ്ങിപ്പോകുന്നത് അവരിൽ നിന്നൊക്കെ ടാക്സ് ചാർജ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GST എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി levied on commodities at the time of manufacture, that is excise duty, or purchase or sales tax, or import or export customs duty. Hence it is also known as commodity taxation. It is also levied on provision of services. Tax on commodities and services എന്ന് പറയുന്നത് ഓരോ കമ്മോഡിറ്റീസിൻ്റെയും ടൈം വെച്ചുകൊണ്ടാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചർഡ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി ആയിട്ടും, അല്ലെങ്കിൽ പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുകയാണെങ്കിൽ സെയിൽസ് ടാക്സ് ആയിട്ടും, അതേസമയം ഇമ്പോർട്ടർ എക്സ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള ഡ്യൂട്ടി പറയുന്നുണ്ട്. ഒന്ന് എക്സൈസ് ഡ്യൂട്ടി, വേറൊന്ന് കസ്റ്റംസ് ഡ്യൂട്ടി, പിന്നെ ഒന്ന് സെയിൽസ് ആണ്. അത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ആണെങ്കിൽ മാനുഫാക്ചർഡ് ഗുഡ്സ് ആണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി ആണ് കൊടുക്കേണ്ടത്. അതേസമയം ഓർഡിനറി പർച്ചേസ് ആൻഡ് സെയിലാണ് എന്നുണ്ടെങ്കിൽ സെയിൽസ് ടാക്സ് ആണ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ആണെങ്കിൽ കൊടുക്കേണ്ടത് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കമ്മോഡിറ്റി ടാക്സേഷൻ. ഇതിനെ പറയുന്ന ജനറലായിട്ട് പറയുന്ന ടേമാണ് എന്ത്, കമ്മോഡിറ്റി ടാക്സേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലെവിഡ് ഓൺ പ്രൊവിഷൻസ് ഓഫ് സർവീസസ്. എന്ത് സർവീസാണോ അവർ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടാക്സേഷനാണ് ഈ കമ്മോഡിറ്റി ടാക്സേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഫീച്ചർ ഷിഫ്റ്റിംഗ് ഓഫ് ബർഡൻ ആണ്. ബർഡൻ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. In indirect tax, the burden of tax can be shifted to another person. In the case of former sales tax, the dealer who is liable to pay sales tax can shift the burden to tax to the buyers of goods. ഇനി മുമ്പത്തെ സെയിൽസ് ടാക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ദ ഡീലർ ഹു ഈസ് ലൈബിൾ ടു പേ സെയിൽസ് ടാക്സ്, ആരാണോ ഏത് ഡീലറാണോ ഈ സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് കൊടുക്കാനായിട്ട് ലൈബിളായിരിക്കുന്നത്, ക്യാൻ ഷിഫ്റ്റ് ദ ബർഡൻ ഓഫ് ടാക്സ് ടു ദ ബയേഴ്സ് ഓഫ് ദ ഗുഡ്സ്. ഗുഡ്സിന് ആരാണോ വാങ്ങാനായിട്ട് വരുന്നത്, ആരൊക്കെയാണോ ബയേഴ്സായിട്ട് വരുന്നത് അവരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഷിഫ്റ്റിംഗ് ഓഫ് ബർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പത്തെ കേസിലും ഇപ്പോഴത്തെ കേസിലും അങ്ങനെ തന്നെയാണ്. സെയിൽസ് ടാക്സ് അതോറിറ്റി എന്ന് പറയുന്നത് ആരെയാണ് ഈ സെയിൽ ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ളത്, ഒരു ഡീലറെയാണ്. കമ്മോഡിറ്റി ആരാണോ ഡീൽ ചെയ്യുന്നത് ആ പേഴ്സണാണ് ടാക്സ് എന്ന് പറയുന്നത് ലയബിളായിരിക്കുന്നത്. ആ ബർഡനാണ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, ബയേഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് ആർ എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് കിട്ടുന്ന റവന്യൂവിലെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഏതിൽ നിന്നുള്ളതാണ്,
നമ്മളുടെ GST എന്ന് പറയുന്നതാണ്. അതായത് GST എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ഇനത്തിലുള്ള മെയിൻ പ്രൊപ്പോർഷൻ ബെയർ ചെയ്യുന്നത്. wider tax base. Unlike direct tax, indirect taxes have a wider tax base. Base എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വൈഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതേസമയം ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ വൈഡ് ടാക്സ് ബേസ് ആണ് ഫോളോ ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ആർ സബ്ജക്റ്റ് ടു ഇൻഡയറക്റ്റ് ടാക്സ്. പ്രൊഡക്ട്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സർവീസ് എന്ന് പറയുന്നതും ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി റിഗ്രസീവ് ഇൻ നേച്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റിഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അതായത് ആര് വാങ്ങിക്കുകയാണെങ്കിലും എബിലിറ്റി ടു പേ എന്ന് പറയുന്നതിനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ റേറ്റ് ചാർജ് ചെയ്യുന്ന ആ ഒരു നേച്ചറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റിഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ജനറൽ ഇൻഡയറക്റ്റ് ടാക്സസ് ആർ റിഗ്രസീവ് ഇൻ നേച്ചർ. ദ റിച്ച് ആൻഡ് പുവർ ഹാവ് ടു പേ ദ സെയിം റേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് ആണ് പണക്കാരനാണോ പാവപ്പെട്ടവനാണോ ദരിദ്രനാണോ എന്നൊന്നും നോക്കുന്നില്ല. ആരൊക്കെയാണോ ആ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത് അവർക്ക് ഈക്വൽ റേറ്റ് ഓഫ് ടാക്സ് ചാർജ് ചെയ്യുന്നതാണ് ഏത് സിസ്റ്റത്തിൽ? ഇൻഡയറക്റ്റ് ടാക്സിൽ. പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ. സോഷ്യൽ വെൽഫെയറും കൂടിയും ഇവിടെ കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. അതായത് ലക്ഷറീസ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് കൂടുതൽ പൈസയും അതേസമയം ഒരു അത്യാവശ്യമുള്ള സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിന് നോർമൽ റേറ്റുമാണ് ചാർജ് ചെയ്യുന്നത്. ഹൈ ടാക്സസ് ആർ ഇമ്പോസ്ഡ് ഓൺ ദ കൺസംഷൻ ഓഫ് ഹാംഫുൾ പ്രൊഡക്ട്സ് ലൈക്ക് ആൽക്കഹോൾ, ടുബാക്കോ പ്രൊഡക്ട്സ് എക്സെട്ര. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻജൂറിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ആൽക്കഹോള്, ടുബാക്കോ അതുപോലത്തെയൊക്കെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അങ്ങനെയുള്ള പ്രൊഡക്ട്സിന് ടാക്സ് എന്ന് പറയുന്നത് ഹൈ ടാക്സ് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് ഓൺലി ചെക്സ് ദെയർ കൺസംഷൻ ബട്ട് ഓൾസോ എനേബിൾസ് ദ സ്റ്റേറ്റ് ടു കളക്ട് സബ്സ്റ്റൻഷ്യൽ റവന്യൂ. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് നോക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അതിലൂടെ അത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കൂടുതലായിട്ട് പൈസ കളക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സോഴ്സും കൂടിയും ഇവിടെ എയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5th സെമ്മിലോ അല്ലെങ്കിൽ 6th സെമ്മിലോ വരാവുന്ന പോർഷൻസാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ എടുക്കുന്നത്. 2 സെമിസ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ടാക്സ് ഓൺ കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ്. ടാക്സേഷൻ എന്ന് പറയുന്നത് കമ്മോഡിറ്റി ടാക്സേഷനാണ്. സെക്കൻഡ് ഫീച്ചർ ഷിഫ്റ്റിംഗ് ഓഫ് ബർഡൻ ആണ്. അതായത് ഒരാളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് വേറൊരാൾക്ക് ബർഡൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. തേർഡ് വൺ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ബേസ് എന്ന് പറയുന്നത് വൈഡർ ടാക്സ് ആണ്. നേച്ചർ എന്ന് പറയുന്നത് റിഗ്രസീവ് ആണ്. അതോടൊപ്പം തന്നെ ഇത് സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുകയും കൂടുതലായിട്ട് ഗവൺമെൻറ്റിന് റവന്യൂ ഉണ്ടാക്കാനായിട്ട് ചില പ്രൊഡക്ട്സിൽ ഹൈ റേറ്റ് ചാർജ് ചെയ്തുകൊണ്ട് അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ടോപ്പിക്ക് ടാക്സസ് ലെവിഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പം നമ്മൾ നേരത്തെ 3 കാറ്റഗറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റ് ചാർജ് ചെയ്യുന്ന ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്, തേർഡ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട്. ഇതാണ് 3 ടൈപ്പായിട്ട് നമ്മൾ 3 ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ലിസ്റ്റിൽ വരുന്നത് ടാക്സസ് ലെവിഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്നത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് ഒക്കെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഈ വെൽത്ത് ടാക്സ് വിഡ്രോൺ വിത്ത് ഇഫക്റ്റ് ഫ്രം ദ അസസ്മെൻറ്റ് ഇയർ 2016-17 തുടങ്ങിയിട്ട് ഈ ഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള വെൽത്ത് ടാക്സ് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ്, ടാക്സ് ഓൺ കൺസൈൻമെൻറ്റ്, ഇതൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്.
ഇനി രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന ടാക്സുകൾ എന്ന് പറയുന്നത് ടാക്സ് ഓൺ അഗ്രികൾച്ചർ. ടാക്സ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാത്തിനെയും നമുക്ക് ഈ പ്രൊവിഷനിൽ വരുത്താം, അതായത് ടാക്സസ് ഓൺ അഗ്രികൾച്ചർ. സെക്കൻഡ് വൺ പ്രോപ്പർട്ടി ടാക്സ്, ദാറ്റ് ഈസ് ടാക്സ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡും ബിൽഡിങ്ങും ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നത്. എക്സൈസ് ഡ്യൂട്ടി ഓൺ സം ഗുഡ്സ് മാനുഫാക്ചർ ഓർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില പ്രൊഡക്ട്സിൻ്റെ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് തേർഡ് കാറ്റഗറിയിൽ വരുന്നത്. അതായത് ആൽക്കഹോളിക് ലിക്കർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാണ്, അത് നമ്മുടെ സ്റ്റേറ്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരും. അതുപോലെ തന്നെ ഓക്ട്രോയി ആൻഡ് എൻട്രി ടാക്സ്, സെയിൽസ് ടാക്സ്, പ്രൊഫഷൻ ടാക്സ്, ഇതൊക്കെയാണ് 6 ടാക്സുകൾ നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അതേതൊക്കെയാണ്? അഗ്രികൾച്ചറൽ ടാക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സ് വരുന്നുണ്ട്, എക്സൈസ് ഡ്യൂട്ടി വരുന്നുണ്ട്, ഓക്ട്രോയി ആൻഡ് എൻട്രി ടാക്സ് വരുന്നുണ്ട്, സെയിൽസ് ടാക്സ്, പ്രൊഫഷൻ ടാക്സ്. ഇതാണ് 6 ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ നമ്മൾ യൂണിറ്റിൻ്റെ ബേസിസിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അണ്ടറിൽ ഏതൊക്കെ തരത്തിലുള്ള ടാക്സുകളാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് GST പോകാം. നമ്മുടെ ഈ മോഡ്യൂളിലുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? GST ആണ്. അപ്പോൾ അതിൽ ഇൻട്രഡക്ഷൻ ഓഫ് GST ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, ഇൻട്രഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഹാഡ് ഗിവൺ സെപ്പറേറ്റ് പവേഴ്സ് ഫോർ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ഇമ്പോസ് വേരിയസ് ടാക്സ്. സെൻട്രൽ ഗവൺമെൻറ്റും അതുമാതിരി സ്റ്റേറ്റ് ഗവൺമെൻറ്റും വ്യത്യസ്ത തരത്തിലുള്ള ടാക്സുകളാണ് ഓരോ പ്രൊഡക്ട്സിനും ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും മുൻപ് ഉണ്ടായിരുന്നത്. Introduction of GST required amendment in the Constitution to enable the integration of the central excise duty, state sales tax, that is VAT, that is value added tax, സർവീസ് ടാക്സ് ആൻഡ് സർട്ടൻ സ്പെസിഫിക് സ്റ്റേറ്റ് ടാക്സസ്. ഇതിനെല്ലാത്തിനെയും കൂടിയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടത്. ഏതിനെയൊക്കെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടത്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ വാറ്റ്, സ്റ്റേറ്റ് സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക് സ്റ്റേറ്റ് ടാക്സുകളെ എല്ലാത്തിനെയും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് GST എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Under the pre-GST period, multiple taxes were levied on the same supply chain by the central and state government. ഒരേ പ്രൊഡക്ട്സിന് ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളിലായിട്ട്, അതുകൊണ്ടാണ് ഇതിനെ എന്തായിട്ട് പറയുന്നത്? സപ്ലൈ ചെയിൻ. ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൊളത്തായിട്ട് ലിങ്കായിട്ട് വരുന്നതാണ് ഈ സപ്ലൈ ചെയിൻ. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ്റെ റിലേറ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാക്സുകളാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും GST വരുന്നതിന് മുമ്പായിട്ട് ഓരോ കമ്മോഡിറ്റീസുമ്പോഴും ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ pre-GST ടാക്സ് സിസ്റ്റം ഹാസ് ഫേസിങ് ദ ഫോളോയിങ് ഡിഫിക്കൽട്ടീസ്. അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന സെയിൽസ് ടാക്സ് റൂൾസ് എന്ന് പറയുന്നത് ചില ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ടാക്സ് ലിവീഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് വെർ നോട്ട് അവൈലബിൾ ആസ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദ ടാക്സസ് ലിവീഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന ടാക്സ്, ലിവി ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് അതൊരിക്കലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സെറ്റ് ഓഫ് ആയിട്ട് ലഭിക്കുന്നില്ല. അത് രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സെൻട്രൽ സെയിൽസ് ടാക്സ് വാസ് ഡിഫറെൻറ്റ് ഫ്രം സ്റ്റേറ്റ് വാറ്റ്. സ്റ്റേറ്റ് സെയിൽസ് ടാക്സിൽ വരുന്ന ടാക്സ് എന്ന് പറയുന്നതും സെൻട്രൽ സെയിൽസ് ടാക്സ് CST എന്ന് പറയുന്നതും റേറ്റുകൾ തമ്മിൽ വളരെയധികം വേരിയേഷൻ ഉണ്ടായിരുന്നു. Different sales tax laws in force in different parts of the country had divided the nation into separate economic zone. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റുകളും ഓരോ സ്ഥലങ്ങളും ഓരോ രാജ്യങ്ങളും ഓരോ തരത്തിലുള്ള സെയിൽസ് ടാക്സ് ലോസ് ആണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നേഷനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്കണോമിക് സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും സെപ്പറേറ്റ് ആയിട്ടുള്ള സെയിൽസ് ടാക്സ് ലെവി ചെയ്തിരുന്നത് കൊണ്ട് ഓരോ രാജ്യങ്ങളെയും എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? സെപ്പറേറ്റ് ഇക്കണോമിക് സോണുകളായിട്ട് തരംതിരിച്ചു പോയി. Taxes and barriers such as octroi, entry tax, check post, etc. hindered free flow of trade within the country. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് ഗുഡ്സ് കൊണ്ടുവരണം അല്ലെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നത്? ഓക്ട്രോയ് ഡ്യൂട്ടി, എൻട്രി ടാക്സ്, ചെക്ക് പോസ്റ്റ്. ഇവിടെ വരുന്ന അതിനെ എന്തായിട്ടാണ് ഈ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ
ട്രേഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് വളരെയധികം ബാരിയേഴ്സായിട്ട് വളരെയധികം ഡിഫിക്കൽട്ടീസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മുമ്പത്തെ സെയിൽസ് ടാക്സ് റൂൾ പ്രകാരം ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് എന്ന് പറയുന്ന അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെറ്റ് ഓഫിന് അവിടുത്തെ വെൽഫെയറിന് ലഭിച്ചിരുന്നില്ല. രണ്ടാമത്തത് സെൻട്രൽ സെയിൽസ് ടാക്സ് റേറ്റും സ്റ്റേറ്റ് വാറ്റ് എന്ന് പറയുന്നതും ഡിഫറൻ്റ് ആയിരുന്നു. ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ലോസ് ആണ്, സെയിൽസ് ടാക്സിൻ്റെ ലോസ് ആണ് ഓരോ രാജ്യങ്ങളും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇക്കണോമിക് സോണുകളായിട്ട് ഇത് രാജ്യത്തിനെ വേർതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നേഷനെ മൊത്തമായിട്ട് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇക്കണോമിക് സോണുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ദ കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ഓക്ട്രോയി, എൻട്രി ടാക്സ്, ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്ന കടമ്പകൾ കടന്നു പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീലേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. ഇൻ വ്യൂ ഓഫ് ദ എബവ് ഡിഫിക്കൽട്ടീസ് certain taxes have been subsumed, that is absorbed in a single tax called goods and service tax. അപ്പോൾ ഈ എല്ലാ ബുദ്ധിമുട്ടുകളെയും ഒഴിവാക്കാനായിട്ട് എല്ലാ ടാക്സുകളിനെയും അബ്സോർബ് ചെയ്തുകൊണ്ട് ഒരേ ഒരു ടാക്സ് നേഷനിൽ മൊത്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് എന്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന GST. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ GST എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന സെയിൽസ് ടാക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ റേറ്റ് വേരിയേഷനിൽ വന്ന എല്ലാ ബുദ്ധിമുട്ടുകളിനെയും ഒഴിവാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ അതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു ടാക്സ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഏത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന GST. ടാക്സസ് സബ്സംഡ് ഇൻ GST. അപ്പോൾ GSTയിൽ ഏതൊക്കെ ടാക്സുകളാണ് സബ്സം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിട്ടുള്ളത്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഇൻക്ലൂഡിങ് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടീസ്, സർവീസ് ടാക്സ്, അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്, സർചാർജസ് ആൻഡ് സെസ്സസ് ലൈക്ക് സെസ് ഓൺ ടീ, കോഫി, റബ്ബർ. ദ ഫോളോയിങ് സ്റ്റേറ്റ് ടാക്സസ് വേർ സബ്സംഡ് ഇൻ GST: സ്റ്റേറ്റ് സെയിൽസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, പർച്ചേസ് ഓഫ് ടാക്സ്, octroi and entry tax, luxury tax, taxes as advertisement, lottery, betting and gambling, state cesses and surcharges. അപ്പോൾ സെൻട്രൽ ടാക്സിൻ്റെയും സ്റ്റേറ്റ് ടാക്സിൻ്റെയും ചില ടാക്സുകൾ സബ്സം ചെയ്തുകൊണ്ടാണ് GSTയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ ടാക്സിൻ്റെ ഏതൊക്കെയാണ് സബ്സം ചെയ്തിട്ടുള്ളത് GSTയിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുള്ള ടാക്സുകൾ ഏതൊക്കെയാണ്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്, അതുപോലെ തന്നെ സർചാർജസ്, സെസ്. ഇതൊക്കെയാണ് സെൻട്രൽ ടാക്സിൽ അബ്സോർബ് ചെയ്ത് GSTയിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏതൊക്കെയാണ് അബ്സോർബ് ചെയ്തിട്ടുള്ള ടാക്സുകൾ എന്ന് പറയുന്നത്? സ്റ്റേറ്റ് സെയിൽസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, പർച്ചേസ് ടാക്സ്, ഓക്ട്രോയി ആൻഡ് എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സസ് ആസ് അഡ്വർടൈസ്മെൻറ്റ്, ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, സ്റ്റേറ്റ് സെസസ് ആൻഡ് സർചാർജസ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേറ്റിൻ്റെ ടാക്സ് GSTയിലേക്ക് ലയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സെൻട്രലിൻ്റെ ചില ടാക്സുകൾ 5 ടാക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റിൻ്റെ 7 ടാക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഏത് ടാക്സ് വന്നിട്ടുള്ളത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് വന്നിട്ടുള്ളത്. ഇനി ടാക്സസ് നോട്ട് സബ്സംഡ് ഇൻ GST. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതൊക്കെ ടാക്സുകളാണ് GSTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഏതൊക്കെ ടാക്സുകളാണ് GSTയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. സെൻട്രൽ ടാക്സിൻ്റെയും സ്റ്റേറ്റ് ടാക്സിൻ്റെയും ചില ടാക്സുകൾ ഇപ്പോഴും GSTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഏതൊക്കെയാണ് ടാക്സ് എന്നുള്ളത് നോക്കാം. സെൻട്രൽ ടാക്സ് ആണെങ്കിൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെസ്, ഡ്യൂട്ടീസ് ലൈക്ക് സേഫ് ഗാർഡ് ഡ്യൂട്ടി ആൻഡ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി, പ്രൊഫഷൻ ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, മോട്ടോർ വെഹിക്കിൾ ടാക്സ്. ഇത്രയുമാണ് GSTയിൽ അബ്സോർബ് ചെയ്യാത്ത സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ടാക്സ് എന്ന് പറയുന്നത്. സെൻട്രൽ ടാക്സിലെ 4 ടാക്സാണ് നമ്മൾ ഇപ്പോഴും GSTയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഏതൊക്കെയാണ്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെസ്, ഡ്യൂട്ടീസ് ലൈക്ക് സേഫ് ഗാർഡ് ഡ്യൂട്ടി ആൻഡ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ GSTയിൽ അബ്സോർബ് ചെയ്യാത്ത ടാക്സുകൾ എന്ന് പറയുന്നത് 5 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി, പ്രൊഫഷൻ ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, മോട്ടോർ വെഹിക്കിൾ ടാക്സ്. ഇത്രയുമാണ് നമ്മൾ GSTയിൽ
ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടാക്സുകളും അതുപോലെ തന്നെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ടാക്സുകളും എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ജി എസ് ടിയെ കുറിച്ച് ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആദ്യം ചെയ്തത് ടാക്സ് എന്ന് പറയുന്നത് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണത് വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ജി എസ് ടിയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. അതിനുശേഷം നമ്മൾ ജി എസ് ടി എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ജി എസ് ടി ടാക്സ്, എന്തുകൊണ്ടാണ് ഈ ജി എസ് ടി എന്ന് പറയുന്ന ആ ഒരു ഫോക്കസിങ്ങിലേക്ക് നമ്മൾ വരാനുള്ള കാരണം, ഈ ജി എസ് ടി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് ജി എസ് ടി എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ ഏതൊക്കെ ടാക്സുകൾ ഇൻക്ലൂഡ് ചെയ്തു എന്നും ഏതൊക്കെ ടാക്സുകളാണ് ഇപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇൻക്ലൂഡ് ചെയ്യാത്തതും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി ഹിസ്റ്ററി ബിഹൈൻഡ് ദ എമർജൻസ് ഓഫ് ജി എസ് ടി എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്ക്, അതിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്തത് നന്നായി പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.